കർണാടകയിൽ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നതിൽ നിന്നും ബിജെപിയെ തടഞ്ഞു എന്നതാണ് കർണാടകത്തിന്റെ വിജയമെന്ന് സീതാറാം യെച്ചൂരി പീപ്പിളിനോട്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും സർക്കാർ രൂപീകരിക്കാനുള്ള ബിജെപിയുടെ തന്ത്രം പൊളിഞ്ഞുവെന്നും 2019 ബിജെപിയെ താഴെ ഇറക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും യെച്ചൂരി. ബിജെപിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ പ്രാദേശിക പാർട്ടികളുടെ സഖ്യം പ്രധാനപ്പെട്ടതാണ് എന്നും യെച്ചൂരി പറഞ്ഞു. You see, the first message is that the strategy of the BJP, which was trying to perfect the art of losing elections but forming the government, which is what they did in Goa, Manipur, Meghalaya and Bihar, that was stopped. So the hijacking of democracy that they were doing was stopped. And now this coalition that has come to assume office in Karnataka has the support of about over 56% of the people who voted. So in the true sense, with the majority support of the people. So I think that was the singular message saying that BJP's game plans have been thwarted. That's a big victory for democracy. കർണാടകയിൽ കുമാരസ്വാമി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. നിയമസഭാ മന്ദിരത്തിലെ പ്രത്യേക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കുമാരസ്വാമിയോടൊപ്പം ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യും. ബിജെപിക്ക് എതിരെ പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദി കൂടിയാകും സത്യപ്രതിജ്ഞ ചടങ്ങ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 6 മുഖ്യമന്ത്രിമാരും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. വിശ്വാസ വോട്ടെടുപ്പ് വെള്ളിയാഴ്ചയാണ്. അതേസമയം ബാംഗ്ലൂരിൽ കനത്ത മഴയാണ്. പി വി കുട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. കുട്ടൻ, 4:30 സത്യപ്രതിജ്ഞ എന്നാണല്ലോ നേരത്തെ അറിയിച്ചിരുന്നത്. ഈ പ്രധാന നേതാക്കൾ എല്ലാം തന്നെ എത്തിയിട്ടുണ്ടോ? അരുൺ, 4:20 തന്നെ സത്യപ്രതിജ്ഞയുടെ ഔപചാരിക ചടങ്ങുകൾ ആരംഭിക്കും. 4:20 ഗവർണർ വാജുഭായ് വാല ഈ ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് എത്തും. വിധാൻ സൗധക്ക് തൊട്ടു മുമ്പിൽ വളരെ വിശാലമായി തയ്യാറാക്കിയ പ്രത്യേക വേദിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. എന്നാൽ ഉച്ച മുതൽ തന്നെ ഇവിടെ പ്രതീക്ഷകളൊക്കെ തകിടമറിച്ചുകൊണ്ട് വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ഉച്ചവരെ നല്ല വെയിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയായിരുന്നു ബാംഗ്ലൂർ നഗരത്തിൽ ഉള്ളത്. ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെയും ജനതാദളത്തിന്റെയും പ്രവർത്തകർ ഇവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സാക്ഷികളാകാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷെ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള മഴയാണ് ബാംഗ്ലൂർ നഗരത്തിൽ പെയ്തത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബാംഗ്ലൂരിൽ എത്തിയെങ്കിലും ഇതുവരെയും ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിക്കരികിലേക്ക് എത്തിയിട്ടില്ല. അവർ അല്പസമയത്തകം എത്തും. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ദേശീയ തലത്തിൽ BJPക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട സവിശേഷത. ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കരുത്ത് വിളിച്ചോതുന്ന രീതിയിലുള്ള നേതാക്കളുടെ നിരയാണ് ബാംഗ്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ, കർണാടക കോൺഗ്രസിന്റെ അധ്യക്ഷൻ ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടുത്ത ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം വിശ്വാസ വോട്ടെടുപ്പ് സഭയിൽ നടക്കും. അതായത് ഈ പ്രധാന നേതാക്കളെല്ലാം വന്നിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യനിര തന്നെയാകും അതിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലെ വേദിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ടോ? പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളൊക്കെ ഉച്ചയോടുകൂടി തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. വലിയ നേതാക്കളുടെ വലിയ നിര തന്നെ ഇവിടെ എത്തിയിരുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ നേരത്തെ നമ്മൾ തന്നെ കണ്ട് ഈ കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഗോവയിലും മണിപ്പൂരിലും മേഘാലയയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടും ജനാധിപത്യത്തെ അട്ടിമറിച്ച് സർക്കാർ രൂപീകരിച്ച BJPയുടെ തന്ത്രം കർണാടകയിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നതിൽ നിന്നും BJPയെ തടഞ്ഞു എന്നുള്ളതാണ് കർണാടകയുടെ വിജയം. 2019 BJPയെ താഴെയിറക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രാദേശിക പാർട്ടികളുടെ സഖ്യം പ്രധാനപ്പെട്ടതാണെന്നും യെച്ചൂരി പറഞ്ഞു. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ, ഏതാണ്ട് ഭൂരിഭാഗം നേതാക്കളും ഇവിടെ സത്യപ്രതിജ്ഞയ്ക്കായി സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും ഒക്കെയുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വകുപ്പ് വിഭജനങ്ങളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ടോ നിലവിൽ? അരുൺ, വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത
ദിവസം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. കാരണം ഇപ്പോഴും ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനും ജനതാദളത്തിനും. കാരണം നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഈ മുന്നണിക്ക് ഉള്ളത്. അതുകൊണ്ട് അതിനിടയിൽ തന്നെ ഈ കൂട്ടത്തിൽ നിന്നും MLA-മാരെ വലിക്കുന്നതിന് വേണ്ടി BJP കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വളരെ ജാഗ്രതയിൽ തന്നെയാണ് ഇരു പാർട്ടികളും നേതാക്കളും ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വം വളരെ രാഷ്ട്രീയ അവധാനതയോടുകൂടി മാത്രമേ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് രണ്ടു പാർട്ടികളും പോകുന്നുള്ളൂ. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മന്ത്രിമാരെയും അതുപോലെ തന്നെ JDS-ന്റെ മന്ത്രിമാരെയും സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനവും ഇപ്പോൾ ആയിട്ടില്ല. ഏതായാലും 2 ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന് നേരത്തെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രിയുടെ പേര് മാത്രമാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് KPCC അധ്യക്ഷൻ G പരമേശ്വരയുമാണ്. ഈ മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും സത്യപ്രതിജ്ഞ ഇന്ന് നടക്കട്ടെ. ബാക്കി ശേഷമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കനുസരിച്ച് ശേഷമുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ന നിലപാടിലാണോ നിലവിലുള്ളത്? അരുൺ, ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും സത്യപ്രതിജ്ഞ നടക്കും. അതിനുശേഷം നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ KR രമേഷ് കുമാറാണ് ഈ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. മറ്റൊരു അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ രമേഷ് കുമാർ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ചേർന്ന സഖ്യകക്ഷി യോഗം ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. UP അധ്യക്ഷ സോണിയാഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് സ്പീക്കർ പദവി കോൺഗ്രസ് നൽകാൻ തീരുമാനമായത്. അതുപോലെ തന്നെ മറ്റ് വകുപ്പുകൾ സംബന്ധിച്ചും മറ്റ് മന്ത്രിമാരാരാണെന്ന് സംബന്ധിച്ചും അടുത്ത ദിവസമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുക. കോൺഗ്രസിന് 22 മന്ത്രിമാരുണ്ടായിരിക്കുമെന്നാണ് നേരത്തെ KC വേണുഗോപാൽ അറിയിച്ചത്. മന്ത്രിമാരെയും വകുപ്പുകളും വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കരുനീക്കങ്ങൾ നടത്തുന്നത്. കാരണം ഒരു തരത്തിലും ഈ ഭരണം കൈവിട്ടു പോകാൻ പാടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത 2 പാർട്ടികളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഇന്ന് 2 പേരുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് നടക്കുന്നത്. കുമാരസ്വാമിയുടെയും G പരമേശ്വരയുടെയും. ബാക്കി 22 കോൺഗ്രസ് മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 13 മന്ത്രിമാരായിരിക്കും ജനതാദളത്തിന് ഉണ്ടാവുക. അത് ആരൊക്കെയാണെന്ന് സംബന്ധിച്ചുള്ള പേര് വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അവരുടെ വകുപ്പ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും വരുന്നതേ ഉള്ളൂ. ഇത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് കർണാടക നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയായ സംസ്ഥാനമാണ്. അതിന്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ. ഇവിടെ നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് കൂടി BJP-യുടെ നേതാവ് യെദ്യൂരപ്പയെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചൊല്ലിച്ച ഗവർണർ എന്നുള്ള വലിയ ആരോപണമാണ് ഗവർണർ വാജുഭായ് വാലക്കെതിരെ ഉണ്ടായിരുന്നത്. അതേ ഗവർണർ തന്നെ ഇന്ന് കുമാരസ്വാമിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു എന്നുള്ള രാഷ്ട്രീയ പ്രത്യേകത കൂടി ഈ ചടങ്ങിനുണ്ട്. അരുൺ, 5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം പ്രബലരാണല്ലോ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തുന്നത്. ഇപ്പോൾ യെച്ചൂരിയുടേതായുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ഇതുപോലെ ഈ പ്രധാന നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അരുൺ, അത്തരത്തിൽ ഇൻഡിവിജ്വലായി നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. കാരണം കനത്ത സുരക്ഷാ വലയത്തിലാണ് നേതാക്കളൊക്കെ ഉള്ളത്. ഇവരൊക്കെ കാണുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി അവർ തയ്യാറാകുന്നുമില്ല. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബാംഗ്ലൂരിലെത്തി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തിനകം മാത്രമേ ഇവർ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന കാലഘട്ടത്തേക്ക് എത്തുകയുള്ളൂ. മഴ പെയ്ത് ചടങ്ങിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ മുഴുവൻ ഒരു അലങ്കോലമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഈ വേദിക്കടുത്തും ഇതിന്റെ പരിസര പ്രദേശങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്നുകൂടി റെഡിയാക്കിയതിനു ശേഷമായിരിക്കും നേതാക്കൾ അവിടേക്ക് എത്തുക. എന്നാൽ വളരെ കൃത്യമായ സമയനിഷ്ഠ പാലിക്കേണ്ട ചടങ്ങായതിനാൽ തന്നെ ഏതാണ്ട് 4:20 ചടങ്ങ് ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. PV കുട്ടൻ വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്. തൂത്തുക്കുടിയിൽ വീണ്ടും പോലീസ് വെടിവയ്പിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ തുടരുന്ന സംഘർഷത്തിൽ മരണം 12 ആയിട്ടുണ്ട്. പോലീസ് ബസ് അടക്കം നിരവധി വാഹനങ്ങൾ കത്തിച്ചു. സ്റ്റെറിലൈറ്റ് പ്ലാന്റിന്റെ വിപുലീകരണത്തിന് മദ്രാസ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായി. പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. അതേസമയം നരവേട്ട ആസൂത്രിതമാണ് എന്ന ആരോപണം. സമരക്കാരെ തെരഞ്ഞുപിടിച്ച് വെടിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി. വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, ഈ 14 പേരെ വെടിവെച്ചു കൊല്ലുകയും അതിന്റെ ദൃശ്യങ്ങൾ പുറത്താവുകയും ചെയ്തൊരു സാഹചര്യം, വലിയ തരത്തിൽ പ്രതികരണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായതിന് ഒക്കെ ശേഷമാണ് ഈ പുതിയ വെടിവെയ്പ് ഉണ്ടായത്, ഒരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? ഇത് അതായത് ഒരു 12ഓളം പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കടുത്ത പ്രതിഷേധം വ്യാപകമായി ഉയരുന്ന ഒരു സാഹചര്യവും 144 25-ാം തീയതി രാവിലെ 8 മണി വരെ നീട്ടുകയും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും വെടിവെപ്പ് ഉണ്ടാവുകയും ഇപ്പോഴും സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി തുടരുകയാണ്.
ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ ഈ സംഭവ സ്ഥലത്ത് ഇല്ലാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവത്തിലേക്ക് പോയി എന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ ഭരണകൂടത്തിന് തലയിലെല്ലാം പഴിയും കെട്ടിവെച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റവിമുക്തരാക്കുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതൊരുപക്ഷെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നാളെ അതിനത് സർക്കാരിന് ദോഷം വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാകാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പൊതുപ്രവർത്തകരൊക്കെ തന്നെ ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും റബ്ബർ ബുള്ളറ്റ് കൊണ്ടുള്ള വെടിയേറ്റിട്ടാണ് മറ്റൊരാൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളതും. നിലവിൽ തന്നെ ഇന്നലെ ഉണ്ടായ വെടിവെപ്പിൽ 6 പേർ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ്. ഇവരുടെ ഇന്നലെ തന്നെ പരങ്ങലിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് വിവരങ്ങൾ. അരുണ ജഗദീഷ് എന്ന് പറയുന്ന അരുണ എന്ന മുൻ ജഡ്ജിയാണ് ഏകാംഗ കമ്മീഷനായി അന്വേഷണത്തിന് വരാൻ പോകുന്നതും. എന്തായാലും ഈ സ്ഥിതിഗതികൾ ഇപ്പോഴും നിയന്ത്രണാതീതമായി തുടരുന്നു. തമിഴ്നാട്ടിൽ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഇതിന്റെ സമരം വ്യാപിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്ന് മറീന ബീച്ചിലും ഇന്നും മത്സ്യത്തൊഴിലാളികൾ സമരവുമായി രംഗത്ത് വന്നു. ഇതുകൂടാതെ 10 ഗ്രാമ പഞ്ചായത്തുകളിലും ഇപ്പോൾ സമരം വ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയെല്ലാം വലിയ സമരമാണ് ഇതിന് ഐക്യദാർഢ്യമായി രംഗത്ത് വരുന്നത്. ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നതിൽ നിന്നും BJPയെ തടഞ്ഞു എന്നതാണ് കർണാടകയുടെ വിജയമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2019 BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും യെച്ചൂരി ബാംഗ്ലൂരിൽ പീപ്പിൾ TVയോട് പറഞ്ഞു. HD കുമാരസ്വാമിയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ബംഗളൂരുവിൽ എത്തിയതായിരുന്നു യെച്ചൂരി. You see, the first message is that the strategy of the BJP, which was trying to perfect the art of losing elections but forming the government, which is what they did in Goa, Manipur, Meghalaya and Bihar, that was stopped. So the hijacking of democracy that they were doing was stopped. And now this coalition that has come to assume office in Karnataka has the support of about over 56% of the people who voted. So in the true sense, with the majority support of the people. So I think that was the singular message saying that BJP's game plans have been thwarted. That's a big victory for democracy. മുഴുവൻ നേതാക്കൾ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ട മറ്റ് നേതാക്കൾ, ദേശീയ നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അല്പസമയം മുമ്പ് എത്തി. അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, മായാവതി, അഖിലേഷ് യാദവ്, ശരത് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി. ഈ നേതാക്കളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവഗൌഡ നേരത്തെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വിധാൻ സൗദയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധി മായാവതിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മായാവതിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവർണർ ഈ ചടങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗവർണറുടെ പ്രവേശനത്തോടുകൂടി അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഔപചാരികമായി ആരംഭിക്കും. അരുൺ, ഒരുപക്ഷെ എത്ര സമയം ഇത് നീണ്ടു നിൽക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്? കാരണം നേരത്തെ മുൻ നിശ്ചയിച്ചിരുന്നതിൽ നിന്നും ഒരല്പം വൈകിയിട്ടുണ്ടല്ലോ സമയം ഇപ്പോൾ. അരുൺ, കൃത്യം 5 മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ അവസാനിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സർക്കാരിന്റെ ഔപചാരികമായ കുറിപ്പുകൾ പ്രകാരം ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ അവസാനിക്കേണ്ടതാണ്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. ഏതായാലും മഴയുടെ പശ്ചാത്തലത്തിൽ ഒരു 10 മിനിറ്റ് വൈകിയാണ് ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിൽ പോലും എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം, സദസ്സിന്റെ ഒരു പങ്കാളിത്തം? രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ, JDS-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ, നേതാക്കൾ, പ്രാദേശിക നേതാക്കളൊക്കെ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിലേക്ക് എത്തിച്ചേർന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ നഗരത്തിലേക്കും വിധാൻ സൗദയുടെ അടുത്തേക്കും എത്തുന്നുണ്ടായിരുന്നു. ഉച്ചക്കൊക്കെ ഇവിടെ നല്ല വെയിലായിരുന്നു. ആ വെയിലിനെ പോലും കൂസാതെ അവിടെ ഇട്ട കസേര നിറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഉണ്ടായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുത്തെ കാലാവസ്ഥ പൂർണ്ണമായും മാറിയതും കനത്ത മഴ പെയ്തതും. അതിനുശേഷം ഒരു ചെറിയ ആശങ്ക പ്രവർത്തകരിലും നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്നു. കനത്ത മഴ തന്നെയായിരുന്നു ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇവിടെ പെയ്തത്. എന്നാൽ ഇപ്പോൾ മഴ ശമിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഔപചാരികമായ നടപടിക്രമങ്ങളിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് പോവുകയാണ്. അരുൺ, വിധാൻ സൗദയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം ഉണ്ടാകും. കർണാടക ഗവർണർ വാജുഭായി വാല അദ്ദേഹത്തിന്റെ ക്ലോസപ്പ് വിഷ്വലാണ് ഒരിക്കൽ കൂടി പ്രേക്ഷകർ കണ്ടത്. ഇതേ ദൃശ്യങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതേ സത്യപ്രതിജ്ഞ വേദിയിൽ നേരത്തെ കണ്ടിരുന്നു. കോൺഗ്രസ് വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് വളരെ ഏറെ കൗതുകത്തോടുകൂടിയാണ്
ഗവർണറെ നിലവിൽ നോക്കിക്കാണുന്നത്. കാരണം രാഷ്ട്രീയ തീരുമാനം എന്ന വലിയ സാങ്കേതികത്തിൽ കുടുങ്ങി നേരത്തെ BJP മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ನೂತನ ಮುಖ್ಯಮಂತ್ರಿಯವರ ಪ್ರಮಾಣ ವಚನ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾರಂಭಿಸಲು ಗೌರವಾನ್ವಿತ ರಾಜ್ಯಪಾಲರಿಗೆ ಅನುಮತಿಯನ್ನು ನಾನು ಕೋರುತ್ತೇನೆ. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ನೂತನ ಮುಖ್ಯಮಂತ್ರಿಯವರ ಪ್ರಮಾಣ ವಚನ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾರಂಭಿಸಲು ಕುಮಾರಸ್ವಾಮಿ ಅವರ ಗೌರವಾನ್ವಿತ ರಾಜ್ಯಪಾಲರಿಗೆ ಅನುಮತಿಯನ್ನು ನಾನು ಕೋರುತ್ತೇನೆ. ಅಧಿಕಾರ ಪದ ಹಾಗೂ ಗೋಪ್ಯತೆ ಪ್ರಮಾಣ ವಚನ ಸ್ವೀಕರಿಸಲು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸುತ್ತೇನೆ. ಶ್ರೀ HD ಕುಮಾರಸ್ವಾಮಿ ಅವರನ್ನು ಮುಖ್ಯಮಂತ್ರಿಗಳ ಆಗಿ ಅಧಿಕಾರ ಪದ ಹಾಗೂ ಗೋಪ್ಯತೆ ಪ್ರಮಾಣ ವಚನ ಸ್ವೀಕರಿಸಲು ವೇದಿಕೆಗೆ ಬೋಧನೆ ಮಾಡುತ್ತಾರೆ. ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಪದವಿಯ ಅಧಿಕಾರ ಪದ ಹಾಗೂ ಗೋಪ್ಯತೆ ಪ್ರಮಾಣ ವಚನ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಪಕ್ಷಪಾತವಿಲ್ಲದೆ ರಾಗ ದ್ವೇಷವಿಲ್ಲದೆ ಎಲ್ಲ ಬಗೆಯ ಜನರಿಗೆ ಸಂವಿಧಾನಕ್ಕೆ ಮತ್ತು ಕಾನೂನಿಗೆ ಅನುಸಾರವಾಗಿ ನ್ಯಾಯವಾದದ್ದನ್ನೇ ಮಾಡುತ್ತೇನೆಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಹಾಗೂ ಕನ್ನಡ ನಾಡಿನ ಜನತೆಯ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ನಾನು ಅರವನಹಳ್ಳಿ ದೇವೇಗೌಡ ಕುಮಾರಸ್ವಾಮಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಹಾಗೂ ಭಯ ಅಥವಾ ಪಕ್ಷಪಾತವಿಲ್ಲದೆ ರಾಗ ದ್ವೇಷವಿಲ್ಲದೆ ಎಲ್ಲ ಬಗೆಯ ಜನರಿಗೆ ಸಂವಿಧಾನಕ್ಕೆ ಮತ್ತು ಕಾನೂನಿಗೆ ಅನುಸಾರವಾಗಿ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳ ಮುಕ್ತ ನಿರ್ವಹಣೆಗೆ ಅಗತ್ಯವಾಗಬಹುದಾದ ಸಂದರ್ಭದಲ್ಲದೆ ಅಥವಾ ಯಾರೇ ವ್ಯಕ್ತಿಗೆ ಅಥವಾ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಅಥವಾ ಪರೋಕ್ಷವಾಗಿ ತಿಳಿಸುವುದಿಲ್ಲ ಅಥವಾ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಹಾಗೂ ನನ್ನ ಕನ್ನಡ ನಾಡಿನ ಜನತೆಯ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು ಪ್ರಮಾಣ ವಚನ ಪತ್ರ ಸಹಿ ಮಾಡುತ್ತಾರೆ. ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳಿಗೆ ಹೂಗುಚ್ಛವನ್ನು ನೀಡುವ ಮುಖಾಂತರ ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಅಭಿನಂದನೆ ಸಲ್ಲಿಸುತ್ತಾರೆ. ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳಿಗೆ ಹೂಗುಚ್ಛವನ್ನು ನೀಡುವ ಮುಖಾಂತರ ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಅಭಿನಂದನೆ ಸಲ್ಲಿಸುತ್ತಾರೆ. ಡಾಕ್ಟರ್ G. ಪರಮೇಶ್ವರ್ ಇವರನ್ನು ಉಪಮುಖ್ಯಮಂತ್ರಿಗಳಾಗಿ ಅಧಿಕಾರ ಪದ ಹಾಗೂ
ಗೋಪ್ಯತೆ ಪ್ರಮಾಣ ವಚನ ಸ್ವೀಕರಿಸಲು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸುತ್ತೇನೆ. ಡಾಕ್ಟರ್ ಜಿ ಪರಮೇಶ್ವರ್. ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಉಪಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಭಯ ಅಥವಾ ಪಕ್ಷಪಾತವಿಲ್ಲದೆ ರಾಗ ದ್ವೇಷವಿಲ್ಲದೆ ಎಲ್ಲ ಬಗೆಯ ಜನರಿಗೆ ಸಂವಿಧಾನಕ್ಕೆ ಮತ್ತು ಕಾನೂನಿಗೆ ಅನುಸಾರವಾಗಿ ನ್ಯಾಯವಾದುದನ್ನೇ ಮಾಡುತ್ತೇನೆಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ನಾನು ಡಾಕ್ಟರ್ ಜಿ ಪರಮೇಶ್ವರ ನಾನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಉಪಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಪರ್ಯಾಲೋಚನೆಗೆ ತರಲಾಗುವ ಅಥವಾ ನನಗೆ ತಿಳಿದು ಬರುವ ಯಾವುದೇ ವಿಷಯವನ್ನು ರಾಜ್ಯದ ಉಪಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳ ಯುಕ್ತ ನಿರ್ವಹಣೆಗೆ ಅಗತ್ಯವಾಗಬಹುದಾದ ಸಂದರ್ಭದಲ್ಲದೆ ಅನ್ಯಥಾ ಯಾರೇ ವ್ಯಕ್ತಿಗೆ ಅಥವಾ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಅಥವಾ ಪರೋಕ್ಷವಾಗಿ ತಿಳಿಸುವುದಿಲ್ಲ ಅಥವಾ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಈಗ ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳಿಗೆ ಪ್ರಮಾಣ ವಚನ ಪತ್ರ ಸಹಿ ಮಾಡಿದ್ದಾರೆ. ಮಾನ್ಯ ಉಪಮಂತ್ರಿಗಳಿಗೆ ಹೂಗುಚ್ಛವನ್ನು ನೀಡುವ ಮುಖಾಂತರ ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಅಭಿನಂದನೆ. ಮಾನ್ಯ ಉಪಮಂತ್ರಿಗಳಿಗೆ ಹೂಗುಚ್ಛವನ್ನು ನೀಡುವ ಮುಖಾಂತರ ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಅಭಿನಂದನೆ ಸಲ್ಲಿಸಿದ್ದಾರೆ. ಮಾನ್ಯ ಉಪಮಂತ್ರಿಗಳಿಗೆ ಹೂಗುಚ್ಛವನ್ನು ನೀಡುವ ಮುಖಾಂತರ ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಅಭಿನಂದನೆ ಸಲ್ಲಿಸಿದ್ದಾರೆ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಕ್ತಾಯಗೊಳಿಸಲು ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಅನುಮತಿಯನ್ನು ನಾನು ಕೋರುತ್ತೇನೆ. ಈ ಕಾರ್ಯಕ್ರಮ ಮುಕ್ತಾಯಗೊಂಡಿದೆಂದು ಈ ಮೂಲಕ ಘೋಷಿಸಿದ್ದೇನೆ. ಈಗ ರಾಷ್ಟ್ರಗೀತ ನುಡಿಸಲಾಗುತ್ತದೆ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಕ್ತಾಯಗೊಳಿಸಲು ಮಾನ್ಯ ರಾಜ್ಯಪಾಲರು ಅನುಮತಿಯನ್ನು ನಾನು ಕೋರುತ್ತೇನೆ. ಈ ಕಾರ್ಯಕ್ರಮ ಮುಕ್ತಾಯಗೊಂಡಿದೆಂದು കർണാടകയിലെ നിയമനിർമ്മാണ സഭയായ വിധാൻ സൗദയ്ക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. വിധാൻ സൗദയ്ക്ക് മുന്നിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് എച്ച്.ഡി. കുമാരസ്വാമി അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഒപ്പം ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിൽ നിന്ന് മന്ത്രി മാത്യു ടി തോമസ്, മുഖ്യമന്ത്രിമാരായ മമതാ ബാനർജി അടക്കമുള്ളവർ, മായാവതി, അഖിലേഷ് യാദവ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അങ്ങനെ പ്രതിപക്ഷ ഐക്യ നിരയിലെ വലിയ ഒരു നിര തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയായി അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ വിധാൻ സൗദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ വിവരങ്ങൾ നൽകും. കുട്ടൻ, പുതിയ വിവരങ്ങൾ കൂടി. കർണാടകയിൽ ജനതാദൾ സെക്യുലർ കോൺഗ്രസ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. കർണാടക മുഖ്യമന്ത്രിയായി എച്ച്.ഡി. കുമാരസ്വാമിയും ഉപമുഖ്യമന്ത്രിയായി PCC അധ്യക്ഷൻ ഡോക്ടർ ജി പരമേശ്വരയുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അല്പസമയം മുമ്പാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം
ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കേരള മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ, ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അതുപോലെ തന്നെ അഖിലേഷ് യാദവ്, മായാവതി, ശരത് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വലിയ നിര തന്നെ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിയിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള BJPക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം വിളംബരം ചെയ്തുകൊണ്ടുള്ള ചടങ്ങാണ് ബാംഗ്ലൂരിൽ നടന്നത്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെയും ജനതാദൾ എസിന്റെയും പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകരാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേദിക്കരികിലേക്ക് എത്തിയിരുന്നത്. അരുൺ കുട്ടൻ, ഈ എല്ലാ നേതാക്കളും, നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ നേതാക്കളും, 5 മുഖ്യമന്ത്രിമാരടക്കം എല്ലാവരും എത്തിയിരുന്നോ? നേരത്തെ ഈ ചടങ്ങിൽ എത്തും എന്ന് പറഞ്ഞിരുന്ന മുഴുവൻ നേതാക്കളും എത്തിച്ചേർന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ദേശീയ ഐക്യത്തിന്റെ ഭാഗമായി മുഴുവൻ നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. BJPക്കെതിരെയുള്ള വലിയ മുന്നേറ്റം നടത്തുന്നതിന്റെ ഭാഗമായി ഈ വന്നതിൽ ഭൂരിഭാഗം പ്രാദേശിക പാർട്ടികളുടെ നേതാക്കളാണ് എന്നുള്ളതാണ് സവിശേഷത. ഓരോ സംസ്ഥാനത്തെയും അവിടെ മെജോറിറ്റി ഉള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എത്തിച്ചേർന്നിരുന്നു. അതൊക്കെ കൂട്ടി വഹിക്കുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെയുള്ള ഒരു വലിയ മുന്നണി, പ്രാദേശിക പാർട്ടികളുടെ ഉൾപ്പെടെ ഐക്യം സാധ്യമാക്കിക്കൊണ്ടുള്ള വിശാലമായ ഒരു മുന്നണി ഉടലെടുത്തേക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഒരു സൂചന ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ച് നമുക്കിപ്പോൾ ഈ ബാംഗ്ലൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് മുഴുവൻ നേതാക്കളും ചടങ്ങിലേക്ക് എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധി, സീതാറാം യെച്ചൂരി, പിണറായി വിജയൻ, വിവിധ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ, ആന്ധ്രാപ്രദേശിൽ നിന്നും ചന്ദ്രബാബു നായിഡു, ബംഗാളിൽ നിന്നും മമതാ ബാനർജി, ദില്ലിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. അഖിലേഷ് യാദവും മായാവതിയും ശരത് യാദവും ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തി. ഇവരൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവഗൌഡ നേരത്തെ തന്നെ ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അരുൺ, എന്തായാലും മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നടന്നത്. ഇനി വിശ്വാസ വോട്ട് തേടിയതിനു ശേഷം 29-ന് ശേഷം ബാക്കിയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുക, അങ്ങനെയല്ലേ തീരുമാനം? ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് പാർട്ടികളുടെ നേതാക്കളുടെ തീരുമാനമുള്ളത്. കാരണം മന്ത്രിസഭാ രൂപീകരണം എന്ന് പറയുന്നതും വലിയ ഒരു റിസ്ക്കുള്ള കാര്യമാണ് ജനതാദളിനെ സംബന്ധിച്ച്. കാരണം ഈ വകുപ്പ് വിഭജനം എന്നുള്ളതിലായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള തർക്കം ഉടലെടുക്കാനുള്ള സാധ്യത. രണ്ട് പാർട്ടികളും തമ്മിൽ വളരെ ഐക്യത്തോടുകൂടി, വളരെ അവധാനതയോടുകൂടിയും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം മറുഭാഗത്ത് BJP ഇപ്പോഴും വളരെ ശക്തമായി നിൽക്കുന്നുണ്ട്. അവർ JDS-ന്റെയും കോൺഗ്രസിന്റെയും ഓരോ നീക്കങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അസംതൃപ്തി ഉള്ള ഒരു MLA ഉണ്ടെന്ന് അറിഞ്ഞാൽ അവരെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതിന്, വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന നീക്കങ്ങളുമായി യെദ്യൂരപ്പയും റെഡ്ഡി സഹോദരന്മാരും ഉൾപ്പെടെ നേരിട്ട് രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വമായിരിക്കും കോൺഗ്രസിന്റെയും JDS-ന്റെയും ഇനിയുള്ള നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ചർച്ച രണ്ട് പാർട്ടികളും തമ്മിൽ വളരെ കൃത്യമായ ചർച്ച നടത്തി മാത്രമേ വകുപ്പ് വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്പീക്കർ സ്ഥാനം കോൺഗ്രസിനാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KR രമേശ് കുമാർ, അദ്ദേഹം മറ്റൊരു അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം വിജയിച്ചു വരും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ജനതാദൾ എസിനായിരിക്കും. ഇതിനുശേഷം മാത്രമേ മന്ത്രിമാർ ആരൊക്കെയായിരിക്കണം സംബന്ധിച്ചുള്ള തീരുമാനം, അതിനുശേഷം ഈ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും അതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നിലവിൽ 117 MLA-മാരുടെ സഖ്യം, അതാണല്ലോ ഇരുവർക്കും അവകാശപ്പെടാനുള്ളത്. നാളെ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിശ്വാസ വോട്ട് തേടും, അങ്ങനെയാണോ കുട്ടൻ? നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിശ്വാസ വോട്ടെടുപ്പ് തേടാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെ തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു ആശ്വാസത്തിലേക്ക് രണ്ട് പാർട്ടികൾക്കും കടക്കുന്നതിന് വേണ്ടിയാണ് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിലും ഈ വിലപേശൽ കർണാടക രാഷ്ട്രീയത്തിലേക്ക് ഒരു പൊതു സാഹചര്യം നമുക്കറിയാം. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കം ഇപ്പോൾ നേതാക്കൾ, ഈ ചടങ്ങിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ, പ്രാദേശിക പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മായാവതിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിനെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ രാജ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്.
പി വി കുട്ടൻ വിധാനസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ ജനതാദൾ സെക്യുലർ കോൺഗ്രസ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. കർണാടക മുഖ്യമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമിയും ഉപമുഖ്യമന്ത്രിയായി PCC അധ്യക്ഷൻ ഡോക്ടർ ജി പരമേശ്വരയുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി മാത്യു ടി തോമസ്, ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിശ്വാസ വോട്ട് തേടും എന്നാണ് അറിയാൻ കഴിയുന്നത്. കോട്ടയത്ത് എത്തിയ പേരാമ്പ്ര സ്വദേശിക്കും നിപ ബാധയെന്ന സംശയം. ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. TP പ്രശാന്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തേക്ക് എത്തിയ ആൾക്കാണല്ലോ ഇത്തരത്തിലൊരു സംശയത്തിന്റെ പേരിൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്താണ് നിലവിൽ ലഭിക്കുന്ന വിവരം? വാർത്തയിലേക്ക് വരാം. നിപ പനി മരണത്തിൽ ആശ്രിതർക്ക് സർക്കാരിന്റെ സമാശ്വാസം. നഴ്സ് ലിനിയുടെ മക്കൾക്ക് 10 ലക്ഷം വീതം ഉൾപ്പെടെ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ധനസഹായവും ഭർത്താവ് സജീഷിന് സർക്കാർ ജോലിയും നൽകും. നിപ ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം വീതം ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പനി നിയന്ത്രണ വിധേയമാണ് എന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. നിപ വൈറസ് ബാധിതരെ ചികിത്സിച്ചതിലൂടെ രോഗം ബാധിച്ച് മരണപ്പെട്ട പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ലിനിയുടെ കുടുംബത്തിന് ആകെ 25 ലക്ഷം രൂപയുടെ ധനസഹായമാണ് സർക്കാർ നൽകുക. ലിനിയുടെ മക്കൾക്ക് 10 ലക്ഷം രൂപ വീതമുള്ള സഹായം ഉൾപ്പെടെയാണിത്. ഇതിൽ 5 ലക്ഷം രൂപ ഓരോ കുട്ടിയുടെയും പേരിൽ സ്ഥിര നിക്ഷേപമായിരിക്കും. ലിനിയുടെ ഭർത്താവ് സജീഷിന് സർക്കാർ ജോലി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിപ ബാധിച്ച് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. ഈ മരണപ്പെട്ടവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഴ്സിൻ്റെ രണ്ട് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഭാവി പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. 10 ലക്ഷം രൂപ വീതം കുട്ടികൾക്ക് കൊടുക്കാനും ലിനിയുടെ ഹസ്ബൻഡ് ഒരു ജോലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഇനി വെളിയിലൊന്നും പോകാൻ സാധിക്കില്ല. ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയും തീരുമാനം എടുത്തിട്ടുണ്ട്. നിലവിൽ നിപ പനി നിയന്ത്രണ വിധേയമാണെന്നും സംസ്ഥാനത്ത് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഭയക്കേണ്ടുന്ന കാര്യമില്ല. നമ്മളിപ്പോൾ കൺട്രോളിലാണ്. കാരണം പുതിയ കേസുകൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ജാഗ്രതാ നിർദ്ദേശം പൊതുവേ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ പക്ഷിമൃഗാദികൾ കടിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എവിടെയും കഴിക്കണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നിപ വൈറസ് ബാധയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിയ മന്ത്രിസഭായോഗം പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനും നിർദ്ദേശിച്ചു. പ്രവർത്തനങ്ങൾക്ക് പണം തടസ്സമാകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വവ്വാലുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വനം വകുപ്പുമായി ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. നിലവിൽ രോഗബാധിതരെയും കൂട്ടിരിപ്പുകാരെയും കൂടുതലായി നിരീക്ഷിക്കും. ഒപ്പം രോഗലക്ഷണങ്ങൾ കാണുന്നവർക്ക് റിബാവൈറിൻ എന്ന മരുന്ന് നൽകാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. നിപ വൈറസ് ബാധയുടെ പ്രവർത്തനങ്ങൾ ഈ മാസം 25-ന് കോഴിക്കോട് സർവകക്ഷി യോഗം ചേർന്ന് വിലയിരുത്തി മുന്നോട്ടു പോകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയത്ത് എത്തിയ പേരാമ്പ്ര സ്വദേശിക്കും നിപ ബാധയെന്ന സംശയം. ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. TP പ്രശാന്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ഇതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ അതോ സംശയം മാത്രമാണോ? നിപ രോഗലക്ഷണങ്ങളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരാളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചക്കട്ടപ്പാറ സ്വദേശിയെയാണ് ചൊവ്വാഴ്ച രാത്രിയോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. രോഗം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ തക്ക സംവിധാനമുള്ള ICUലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത്. കോട്ടയം കുറവിലങ്ങാടുള്ള ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എത്തിയതായിരുന്നു ഇയാൾ. പനി കലശലായതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നിപ ബാധിച്ച് ആദ്യം മരണമടഞ്ഞ ആളുടെ വീട് ഇയാൾ സന്ദർശിച്ചിരുന്നു. ഇയാളൊരു മാധ്യമ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളാണെന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതിനെ തുടർന്നാണ് നിപ സംശയം കൂടി ഉയർന്നിരുന്നു. ഇയാളുടെ രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിനിടെ കോട്ടയത്ത് അടിയന്തര മെഡിക്കൽ ബോർഡ് ചേരുകയാണ്. തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഇതിൽ പുരോഗമിക്കുന്നത്. TP പ്രശാന്ത് വിവരങ്ങൾ നൽകിയത്. സർക്കാർ സഹായത്തിൽ തീരാവേദനയോടെ നന്ദി അറിയിച്ച് നഴ്സ് ലിനിയുടെ കുടുംബം. തനിക്കൊരു സർക്കാർ ജോലി ലിനിയുടെ സ്വപ്നമായിരുന്നുവെന്ന് ഭർത്താവ് സജീഷ്. കുട്ടികളെ നല്ല നിലയിൽ പഠിപ്പിക്കണമെന്ന് ലിനി പറഞ്ഞിരുന്നതായും സജീഷ് പീപ്പിളിനോട് പറഞ്ഞു. ആതുര സേവന രംഗത്തെ ദീപ്തമായ ഓർമ്മയാണ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സായിരുന്ന ലിനി. താൽക്കാലിക ജീവനക്കാരിയായിരുന്നിട്ടും ജോലിയോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും ലിനിയെ വ്യത്യസ്തയാക്കി. പറക്കമുറ്റാത്ത 2 കുട്ടികളെ സജീഷിനെ ഏൽപ്പിച്ചാണ് ലിനി ജീവിതത്തോട് യാത്ര പറഞ്ഞത്. അമ്മ പോയതറിയാതെ കാത്തിരിപ്പാണ് കുട്ടികളിപ്പോഴും. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ലിനിയുടെ വീട്ടിലേക്ക് സർക്കാർ സഹായമെത്തിയത് തീരാവേദനയോടെ സ്വീകരിക്കുകയാണ് കുടുംബം. ഗവൺമെന്റിന്റെ ഒരു തീരുമാനം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം നന്ദിയുണ്ട്. കാരണം വൈഫിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഗവൺമെന്റിൽ ജോലി ചെയ്യണമെന്നുള്ള. ഒരു പ്രാവശ്യം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്
പഠിക്കണം, പഠിച്ചിട്ട് ഗവൺമെൻറ്റിൽ നിൽക്കാൻ നമുക്ക് ഒന്നിച്ച് ഇവിടെ തന്നെ നിൽക്കാമെന്നുള്ളത്. അപ്പോൾ ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ അവൾ കൂടെയില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഗവൺമെൻറ് ഇങ്ങനെ തീരുമാനിച്ച കുട്ടികളെ നോക്കാൻ ഒരു സംരക്ഷണം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. സജീഷിനുള്ള സർക്കാർ ജോലിക്ക് പുറമെ കുഞ്ഞുങ്ങളുടെ പഠന ചെലവിലും മറ്റുമായി 10 ലക്ഷം രൂപ വീതം ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സജീഷിനെ വിളിച്ച ആരോഗ്യമന്ത്രി കെ ശൈലജ സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകിയിരുന്നു. സർക്കാർ പ്രഖ്യാപിച്ച സഹായം ജനകീയ പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിക്കുന്ന നടപടി കൂടിയായി മാറുകയാണ്. AK ലതീഷ്, കോഴിക്കോട്. നിപ വൈറസിനെ നേരിടാൻ ഒറ്റക്കെട്ടായി കേരളം. നിപ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് എത്തി. കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കോഴിക്കോട് ഇതുവരെ ഒരു മൃഗത്തിലും നിപ വൈറസ് കണ്ടെത്തിയിട്ടില്ല എന്നും ഏറ്റവും അവസാനം നിപ വൈറസ് കണ്ടെത്തിയ ആളുടെ നില ആശങ്കാജനകമല്ല എന്നും മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. PV ജോഷില വിവരങ്ങൾ നൽകും. ജോഷില, പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണോ കാര്യങ്ങൾ? നിപ വൈറസ് മൂലമുണ്ടാകുന്ന പനി അത് നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 13 നിപ വൈറസ് 13 പേരിലാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നിപ വൈറസ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 10 പേർ മരിച്ചു. 2 പേർ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലാണ്. മിംസ് ബേബി ആശുപത്രികളിലാണ് ഇവർ, ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഒരാൾ മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട്. 22 പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് എന്നാണ് DHS നൽകുന്ന റിപ്പോർട്ട്. അതേസമയം മലേഷ്യയിൽ നിന്ന് 2000-ഓളം ടാബ്ലറ്റുകൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞു. 8000 ടാബ്ലറ്റ് ഉടൻ എത്തിക്കും. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഈ ടാബ്ലറ്റുകളൊന്നും തന്നെ പെട്ടെന്ന് രോഗികളിലേക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ തന്നെ ചിലതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എയിംസിലെ ഡോക്ടർമാരുമായി ആലോചിച്ച് പ്രോട്ടോകോൾ തയ്യാറാക്കിയ ശേഷമായിരിക്കും മരുന്നുകൾ നൽകി തുടങ്ങുക. DHS, DMO, കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മേധാവികൾ ഇവരുടെ നേതൃത്വത്തിൽ, കേരള മൃഗസംരക്ഷണ വകുപ്പ് മേധാവികൾ ഇവരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇന്ന് കോഴിക്കോട് ചേർന്നിരുന്നു. യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനവും ഇവർ നടത്തുകയുണ്ടായി. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ഇതുവരെ ഒരു മൃഗവും കോഴിക്കോട് നിപ വൈറസ് മൂലം ചത്തതായി വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ഏതെങ്കിലും രീതിയിൽ പ്രത്യേക തരത്തിൽ മൃഗങ്ങൾ മരിക്കാനിടയായാൽ വിവരം നൽകണമെന്നുള്ള നിർദ്ദേശം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. 2 തരം വവ്വാലുകളാണ് നിലവിലുള്ളത്: ഷഡ്പദത്തെ തിന്നുന്നവയും പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നവയും. ഇതിൽ മൂസയുടെ, ഇപ്പോൾ നിപ വൈറസ് ബാധിച്ച് ചികിത്സയിലുള്ള മൂസയുടെ അല്ലെങ്കിൽ മരിച്ച സാബിദിന്റെയും സാലിഹിന്റെയും വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയ വവ്വാലുകൾ ഇതിൽ ഷഡ്പദങ്ങളെ തിന്നുന്ന വവ്വാലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരാകെ കൺഫ്യൂഷനിലാണുള്ളത്. ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ലാബിലേക്ക് PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.